ഫ്രണ്ട്സ്, കാർത്തിക ടാരോറിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ദയവ് ചെയ്ത് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക. എന്തായാലും പേഴ്സണൽ റീഡിങ്ങിന് ഓഫർ ഉണ്ട്. വേണ്ടവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുക്കേ വരണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹമുണ്ട്. അതിപ്രണയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രണയം നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല പഴയതുപോലെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ ഈ ഒരു പേഴ്സണ് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ പണ്ട് നല്ല ഓപ്പണൊക്കെ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ കറൻ്റിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണൊന്നല്ല. എല്ലാ കാര്യങ്ങളൊന്നും തുറന്ന് പറയുക അങ്ങനെയൊന്നുമില്ല. പിന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് കൂട്ടർ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളുടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഹാപ്പി ആയിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇപ്പം ചെറിയ തോതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ എന്നാൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫിനാൻഷ്യലി പ്രോബ്ലം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി റിലേഷൻഷിപ്പ് കേസ് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വ്യക്തിയും തമ്മിൽ ഇപ്പോൾ കറൻ്റ്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒരു 5 മന്ത് ഒരു 5 വീക്സ് ഒക്കെ ആയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡ് ആവാൻ പോവുകയാണ്. ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് നടക്കാൻ പോവാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇതാവരുത്. ഇതൊരു സമയമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? എന്തൊരു കാര്യം നടക്കാനാണെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറിൻ്റെ ഒരു ബിഹേവിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ആ ഒരു പാർട്ട്ണറിൻ്റെ സ്വഭാവം ഇഷ്ടമാവും, മനസ്സിലാവും. ചില സമയത്ത് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമായിട്ടാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണ് ഭയങ്കര ഈഗോ നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ ഒരു പേഴ്സണ് ഭയങ്കര ഈഗോ ഉണ്ട്. കുറച്ച് പോസസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ കേൾക്കുന്നില്ല. കുറച്ച് മെച്യൂരിറ്റി കുറവാണ്. നിങ്ങൾ അങ്ങോട്ട് എപ്പോഴും 100% കമ്മിറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇടും. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറുടെ കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലും കുറച്ച് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറ്റബോധം വരുമ്പോൾ ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ചാൽ തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ജനറൽ റീഡിങ് ആയതുകൊണ്ടാണ്. കാരണം വെച്ചാൽ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ചില വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് സിറ്റുവേഷൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് വഴക്കിട്ട് ചില വ്യക്തികൾ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയ വ്യക്തികളുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട് തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയ വ്യക്തികളുണ്ട്. നിങ്ങളായിട്ട് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആക്കിയിട്ട് മനഃപൂർവ്വം ആക്കിയിട്ട് തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയ വ്യക്തികളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചതിച്ചിട്ട് അങ്ങനെ പോയ വ്യക്തികളും ഇവിടെ ഉണ്ട്. 2 തരത്തിലുള്ള എനർജിയാണ് വരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഭയങ്കര കൺഫ്യൂഷനാണ്. ഏത് ചോയ്സ് ലൈഫിലോട്ട് 2 ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഏത് ചോയ്സാണ് തിരഞ്ഞെടുക്കുക, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് ഈ ഒരു പേഴ്സൺ തന്നെ കൺഫ്യൂഷൻ കാര്യങ്ങൾ വരുന്നതായിരിക്കും. കാരണം അപ്പം ആ ഒരു പേഴ്സണ് ഭയങ്കര കുറ്റബോധം കാര്യങ്ങൾ വരും. ബോട്ടം ഓഫ് ദി ഡെക്ക് എനർജി വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 8 ഓഫ് പെൻറ്റിക്കിളാണ്. പിന്നീട് നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ ഈ പേഴ്സൺ നല്ല രീതിയിൽ ശ്രമിക്കും, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പേഴ്സണെ ലൈഫിലോട്ട് തിരികെ എടുക്കാം, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നിങ്ങൾക്ക് മജീഷ്യൻ കാർഡ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിൽ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ, സ്പെല്ല് കാര്യങ്ങളൊക്കെ ചെയ്യണം, അഫർമേഷൻ കാര്യങ്ങളൊക്കെ പറയണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു സമയമാകുമ്പോൾ ഒരു റൈറ്റ് ടൈം ആകുമ്പോഴാണ് നിങ്ങളുടെ കയ്യിലോട്ട് നിങ്ങളുടെ പാർട്ട്ണറായാലും വരാം. അതൊരു കാര്യം വലിക്കുകയാണെങ്കിൽ ചെയ്യും, മനസ്സിലായോ? നിങ്ങൾ പെട്ടെന്ന് എനിക്ക് ഇന്നൊരു ദിവസം കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനും ഒരു കാര്യത്തിനായാലും ഒരു സമയമുണ്ട്. നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വല്ലാണ്ട് കാർമിക് റിലേഷൻഷിപ്പിലൊക്കെ പെട്ടിരിക്കുകയാണെങ്കിൽ
നിങ്ങൾ അതിൽ നിന്ന് ഊരി പോവുക, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, റീഡിങ് ഇത്രയാണ് വേണ്ടത്. റീഡിങ് റെസൊനേറ്റ് ആവുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഓഫർ ഉണ്ട്, വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം. താങ്ക് യു.